ലൈംഗിക പീഡന പരാതിയിൽ നടനും എംഎൽഎയുമായ എം മുകേഷിന് താൽക്കാലിക ആശ്വാസം. കേസിൽ അറസ്റ്റ് അടുത്ത മാസം 3 വരെ എറണാകുളം ജില്ലാ സെഷൻ കോടതി തടഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ചാണ് ജില്ലാ സെഷൻ കോടതിയുടെ ഇടപെടൽ. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം അടുത്ത മാസം 3 നടക്കുമെന്ന് എറണാകുളം ജില്ലാ സെഷൻ കോടതി അറിയിച്ചിട്ടുണ്ട്. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് എം മുകേഷിനെതിരെ കേസ്. അറസ്റ്റ് അടക്കം നടപടികളിലേക്ക് നീങ്ങുമ്പോഴും മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് CPM നിലപാട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങി സംസ്ഥാനത്തെ BJP നേതാക്കൾ. സന്ദീപ് വചസ്പതി, ശിവശങ്കർ എന്നിവർ ദില്ലിയിലെ ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാനത്തെത്തി പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇരയാക്കപ്പെട്ടവരുടെ സ്വകാര്യത സംരക്ഷിച്ച് തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. റിപ്പോർട്ടിലെ കുറ്റക്കാരോട് സർക്കാർ വിലപേശുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ആരോപണം നേരിടുന്നവരുടെ പേരുകൾ ഒളിച്ചുവെക്കേണ്ടതില്ല എന്നുമാണ് നേതാക്കളുടെ നിലപാട്. നടൻ സിദ്ദിഖിന് കുരുക്ക് മുറുകുന്നു. സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയുടെ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് സിദ്ദിഖിനെതിരെ സുപ്രധാന തെളിവുകൾ പോലീസ് ശേഖരിച്ചത്. പരാതിക്കാരി പറഞ്ഞ ദിവസം സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നതിന്റെ തെളിവായി ഹോട്ടലിലെ രജിസ്റ്റർ പോലീസിന് ലഭിച്ചു. 2016 ജനുവരി 28-ന് സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു. അന്നേ ദിവസമാണ് സിനിമയുടെ പ്രിവ്യൂ നടന്നതും. പ്രിവ്യൂ നടന്ന ദിവസം ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു സിദ്ദിഖിനെതിരായ പരാതി. നടൻ ജയസൂര്യക്കെതിരായ കേസിൽ സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്ര മേനോന്റെ മൊഴി രേഖപ്പെടുത്തും. നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ സിനിമയുടെ മറ്റ് സാങ്കേതിക പ്രവർത്തകരുടെയും മൊഴിയെടുക്കും. പരാതിക്കാരിയുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നവരുടെ മൊഴികളാണ് രേഖപ്പെടുത്തുക. സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ അതിക്രമം നടന്നുവെന്നാണ് കേസ്. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 11 ജില്ലകളിലാണ് ഇന്നും നാളെയും മഴ മുന്നറിയിപ്പുള്ളത്. വടക്ക് കിഴക്കൻ അറബിക്കടലിൽ ചുഴലിക്കാറ്റിനും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. ഗുജറാത്തിലെ സൗരാഷ്ട്ര കച്ച് മേഖലയ്ക്ക് മുകളിലുള്ള അതിതീവ്ര ന്യൂനമർദ്ദം 30-ന് രാവിലെയോടെ വടക്ക് കിഴക്കൻ അറബിക്കടലിൽ പ്രവേശിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ടെന്നുമാണ് നിരീക്ഷണം. അറബിക്കടലിൽ 6 പതിറ്റാണ്ടിനിടെ 2ാമത്തെ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യത. ഗുജറാത്ത് തീരത്ത് വടക്കൻ അറബിക്കടലിൽ വെള്ളിയാഴ്ച ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തള്ളി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി വീണ്ടും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നൻ എന്ന നേട്ടം സ്വന്തമാക്കി. ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിലാണ് 11.6 ലക്ഷം കോടി രൂപ ആസ്തിയുമായി ഗൗതം അദാനിയും കുടുംബവും 1ാം സ്ഥാനത്തേക്ക് കയറിയത്. 2024 ജൂലൈ 31 വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഹുറൂൺ പട്ടിക തയ്യാറാക്കിയത്. 10.14 ലക്ഷം കോടി രൂപ ആസ്തിയുമായി മുകേഷ് അംബാനിയും കുടുംബവും 2ാമതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛത്ര ശിബിറിന്റെയും നിരോധനം പിൻവലിച്ച് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ. ഇന്നലെ ഇത് സംബന്ധിച്ച് ഇടക്കാല സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്കാണ് ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം മാറ്റിയത്. ഇത് സംബന്ധിച്ച് വിജ്ഞാനം പുറപ്പെടുവിച്ചു. സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിന്റെ ഫ്രഞ്ച് ഫുട്ബോൾ താരം കിലിയൻ എംബാപ്പയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്തു. താരത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പുകഴ്ത്തിയും അർജന്റീന താരം ലയണൽ മെസ്സിയെ കളിയാക്കിയും പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുകയായിരുന്നു. അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതിൽ എംബാപ്പെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വരുന്ന IPL സീസണിലും രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിൽ തന്നെ കളിക്കാനാണ് സാധ്യതയെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് താരം അശ്വിൻ. ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടപ്പെടുന്ന കരുതി ടീം വിടുന്ന ആളല്ല രോഹിത് എന്നും ചില താരങ്ങൾക്ക് പണം ഒരു വിഷയമല്ലെന്നും അശ്വിൻ യൂട്യൂബ് വീഡിയോയിൽ പ്രതികരിച്ചു. ഇംഗ്ലീഷ് ബാറ്റർ ഡേവിഡ് മലാൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2020 റാങ്കിങ്ങിലെ മുൻ ലോക 1ാം നമ്പർ താരമായിരുന്ന മലാൻ ഇംഗ്ലണ്ടിനു വേണ്ടി 62 2020 മത്സരങ്ങളും 30 ഏകദിനവും 22 ടെസ്റ്റുകളും കളിച്ചിട്ടുണ്ട്. 2022 2020 ലോകകപ്പ് നേടിയ ഇംഗ്ലീഷ് ടീമിലും 36-കാരനായ മലാൻ അംഗമായിരുന്നു.